കഥയാണ്. ഒരു തടാകത്തിൽ 3 മത്സ്യങ്ങളുണ്ടായിരുന്നു. അവർ 3 പേരും വ്യത്യസ്ത ചിന്താഗതിക്കാരായിരുന്നു. അവരിലൊരുവൻ വിവേകിയായിരുന്നു. അവൻ എന്ത് ചെയ്യുമ്പോഴും നന്നായി ചിന്തിക്കുമായിരുന്നു. മറ്റൊരുവൻ ബുദ്ധിശാലിയും സമർത്ഥനുമായിരുന്നു. എന്നാൽ മൂന്നാമനാകട്ടെ പൂർണ്ണമായും തന്റെ വിധിയിൽ വിശ്വസിച്ച് ജീവിച്ചു പോരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വിവേകിയായ മത്സ്യം 2 മുക്കുവന്മാരെ കാണാനിടയായി. അവർ സംസാരിക്കുന്നത് അവൻ ശ്രദ്ധയോടെ കേട്ടു നിന്നു. അവരുടെ സംസാരത്തിൽ നിന്നും അവർ അടുത്ത ദിവസം ആ തടാകത്തിൽ മീൻ പിടിക്കുവാൻ ഒരുങ്ങുകയാണെന്ന് അവന് മനസ്സിലായി. അവൻ ഓടിച്ചെന്ന് ഈ വിവരം അവന്റെ കൂട്ടുകാരോട് പറഞ്ഞു. നമുക്ക് ഈ തടാകം വിടാം. ഈ തടാകത്തിൽ നിന്നും അടുത്ത തടാകത്തിലേക്ക് ഒരു ചാലുണ്ട്, നമുക്കതുവരെ രക്ഷപ്പെടാം. എന്നാൽ ബുദ്ധിശാലിയായ മത്സ്യം പറഞ്ഞു, നമ്മൾ ഈ തടാകം വിട്ടു പോകുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. അവർ നമ്മളെ പിടിക്കാൻ വരുമ്പോൾ എങ്ങനെ രക്ഷപ്പെടാം എന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാൽ മൂന്നാമനാകട്ടെ അവൻ പറഞ്ഞത് എന്താണെന്നോ, സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിക്കും, നിങ്ങളെന്തിനാ വേവലാതിപ്പെടുന്നേ? അവനെല്ലാം പൂർണ്ണമായി വിധിക്ക് വിട്ടുകൊടുത്തിരുന്നു. എന്നാൽ വിവേകിയായ മത്സ്യം ഒരു ഭാഗ്യപരീക്ഷണത്തിന് മുതിർന്നില്ല. അവൻ ചാലിലൂടെ രക്ഷപ്പെട്ടു. മറ്റു 2 മത്സ്യങ്ങളും തടാകത്തിൽ തന്നെ കഴിഞ്ഞു. അടുത്ത ദിവസം മുക്കുവർ തടാകത്തിലേക്ക് വല വീശി. പിടിയിലായ മത്സ്യങ്ങൾക്കൊപ്പം സുഹൃത്തുക്കളായ ആ 2 മത്സ്യങ്ങളും അകപ്പെട്ടു. എന്നാൽ ബുദ്ധിശാലിയായ മത്സ്യം അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആലോചിച്ചു. അവൻ അവിടെ ചത്തതുപോലെ കിടന്നു. മുക്കുവർ മറ്റു ചത്ത മത്സ്യങ്ങളോടൊപ്പം അവനെയും വലിച്ചെറിഞ്ഞു. അവനാകട്ടെ തടാകത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടു. എന്നാൽ വിധിയിൽ വിശ്വസിച്ച ചങ്ങാതി വലയിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ വിധി അങ്ങനെ മരിക്കുവാനായിരുന്നു. കഥയുടെ ഗുണപാഠം: വിധിയിൽ മാത്രം വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ്.